ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ തിരുവോണ സദ്യയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായെന്നറിയാം. വീഡിയോ ചെയ്യാൻ വൈകിപ്പോയി, പനിയായിരുന്നു, എല്ലാവർക്കും പനിയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ താമസിച്ചു പോയത്. എങ്കിലും ഞാൻ എൻ്റെ ഓണസദ്യയുടെ വീഡിയോ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കെൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സദ്യയുടെ ആവശ്യത്തിലേക്കായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് സദ്യയ്ക്ക് ആദ്യമായിട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ അതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് 1.5 കിലോ പച്ചക്കായ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളും ചെയ്തെടുക്കണം. ഒന്ന് ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടിയും. അപ്പോൾ ഇത് രണ്ടും ചെയ്തെടുക്കാനായിട്ടാണ് ഞാനിതിലേക്ക് ഒരു 1.5 കിലോ പച്ചക്കായ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാ കാണുന്നതാണ് ഈ കായ. അപ്പോൾ അത് ഞാൻ ആദ്യം ചിപ്സാണ് ഉണ്ടാക്കുന്നത്. ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് പിന്നെ ചിപ്സൊക്കെ ഉണ്ടാക്കി നല്ല മുരുമുരായിരിക്കും, അതുപോലെ തന്നെ നല്ല കളറായിരിക്കും. അതുപോലെ ഒരുപാട് ദിവസം നമുക്കിത് സേവ് ചെയ്ത് വെക്കാൻ കഴിയും. കനച്ച് പോകുക അതുപോലെ പിന്നെ രുചി വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല വെളിച്ചെണ്ണ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ട് ഇതുപോലെ തിളച്ച എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് നോക്കാം. ഞാനിതാ ചിപ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറും അതുപോലെ തന്നെ നല്ല മുരുമുരായിരിക്കുന്ന ചിപ്സാണ്. അടിപൊളിയായിട്ടുള്ള ചിപ്സാണ്. നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അതുപോലെ പച്ചക്കായ വാങ്ങിയാൽ ഇതുപോലെ അടിപൊളി ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം. ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ഞാനിത് കായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരണം. ശർക്കര വരട്ടിക്കൊക്കെ നമ്മൾ ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് കായ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നല്ല ഒരു കരുതൽ വേണം. തീ കൂടാൻ പാടില്ല. തീ കൂടിപ്പോയാൽ അത് പുറമേ കൊണ്ട് കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതൊരു പകുതി വേവാകുമ്പോഴേക്കും നമ്മളതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. പച്ചവെള്ളം കുടയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കായുടെ ഉള്ളൊന്ന് വേവാനും അതുപോലെ നമ്മൾ അതിൽ ചേർക്കുന്ന എണ്ണയ്ക്കൊരു കാറലുണ്ടാവാതിരിക്കാനുമാണ് നമ്മളിതുപോലെ വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. വെള്ളം കുടഞ്ഞു കൊടുത്താൽ കായുടെ ഉള്ളു പെട്ടെന്ന് വേവും, അതുപോലെ നന്നായിട്ട് മൂത്ത് നല്ല മുരിഞ്ഞ് നല്ല പാകമാകും. ഇതുപോലെ നല്ല സൗണ്ട് കേൾക്കും. അതുപോലെ കോരി ഇങ്ങനെ ഇടുമ്പോഴേക്കും നല്ല കിലുകിലാ സൗണ്ട് കേൾക്കും. അതുപോലെ തന്നെ സ്പൂൺ വെച്ചൊന്ന് തട്ടി നോക്കുമ്പോഴും നല്ല കിലുകിലത്തെ സൗണ്ടാണ്. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കായുടെ മൂപ്പ് പാകമായിട്ടുണ്ടെന്ന്. അപ്പോൾ അത് നല്ല രീതിയിലത് നല്ല മൂത്ത് പരുവമാകുമ്പോഴേക്കും നല്ലതായി ഈ ഒരു കളർ കിട്ടും. നമ്മൾ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ കളറോ ഒന്നും ചേർത്തിട്ടല്ല, നമ്മൾ നല്ല കറക്റ്റായിട്ടുള്ള അതിൻ്റെ പാകമാകുമ്പോഴേക്കുമാണ് ഈ ഒരു കളറ്. അതുപോലെ തന്നെ നല്ല സൗണ്ടാണ്. ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ തന്നെ കിലുകിലായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കത് കോരിയിടാം. അപ്പം ഞാനത് കോരിയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ശർക്കര വരട്ടിയുടെ ആവശ്യത്തിനൊക്കെയായിട്ട് ഒരു 250-200 ഈ ഒരു അളവിലുള്ള ഒരു ശർക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരിച്ച് ഇതിൽ ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് അത് നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി പാകമാകുമ്പോഴേക്ക് ഇതിൽ 1 സ്പൂൺ നെയ്യ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അത് മുരളിയാസിൻ്റെ ഒരു നെയ്യാണ്. അതിൽ നിന്ന് 1 സ്പൂൺ നെയ്യ് ഈ ഒരു ശർക്കര പാനിയിലേക്ക് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കായ നമുക്ക് ഈ ഒരു ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് തട്ടിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കര പാനി ഇതിൽ നന്നായി ഉള്ളിലേക്കൊന്ന് പിടിച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്കറിയാം ഇളക്കി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അപ്പോൾ ആ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പഞ്ചസാര, അതുപോലെ തന്നെ പിന്നെ ഏലക്ക, പഞ്ചസാര, ചെറിയ ജീരകം,
വളരെ കുറച്ച് മാത്രം കുരുമുളക്, ചുക്ക് ഇത്രയും സാധനം കൂടി പഞ്ചസാരയിൽ ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മിശ്രിതമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന മട്ടയരി നന്നായിട്ട് കഴുകി വറുത്ത് പൊടിച്ച് ഭസ്മം പോലെ വറുത്ത് പൊടിച്ച ഒരു കൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഈ ഒരു ശർക്കര വരട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അത് തണുത്തതിന് ശേഷം അതിൽ കോരി എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ പാത്രത്തിലൊക്കെ തട്ടിയിടുമ്പോൾ നല്ല കിലുകിലുകിലുകില സൗണ്ട് കേൾക്കും. അപ്പോൾ അതാണ് നമുക്കിതിൽ നല്ല ഒരു പരുവമായിട്ട് കിട്ടിയിട്ടുള്ള ശർക്കര വരട്ടി. അതെടുത്ത് നമ്മളൊന്ന് കടിച്ച് നോക്കിയാൽ നല്ല പുറമേ നല്ല മുരുമുരായിരിക്കും, അതുപോലെ തന്നെ ഉള്ള് നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ഇതാണ്. നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയാതെ അത്ര നല്ല പരുവമായിട്ട് വന്നിട്ടുള്ള ശർക്കര വരട്ടിയും അതുപോലെ തന്നെ ചിപ്സുമാണ് ഈ കാണുന്നത്. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വീഡിയോയിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ കുക്കിങ്ങൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യാറുണ്ട്. എനിക്ക് നന്നായിട്ട് കുക്കിങ്ങൊക്കെ അറിയാം. പക്ഷേ എനിക്ക് കുക്കിങ്ങും വീഡിയോയും കൂടെ എടുക്കാൻ എന്നെക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ പിന്നെ ചിപ്സും അതുപോലെ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ സദ്യകളുണ്ടെങ്കിലും വീട്ടിൽ കുട്ടികൾക്കായിരുന്നാലും നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും സദ്യക്കുള്ള മറ്റുള്ള വീഡിയോകളും ഉടനെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബൈ.